ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ ഗ്രീൻ എർത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇലച്ചിത്രങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ലക്ഷ്മി തരുവിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇല 4 ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 ഇലയും ഈ രീതിയിൽ വെച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കളർ ഇല കൂടി നടുക്കായിട്ട് വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരു തുമ്പിയെ ചെയ്തെടുക്കാനായിട്ടാണ്. ഇതിൻ്റെ തല നമുക്ക് വട്ടത്തിൽ വെട്ടിയെടുത്തു. നമ്മൾ മുകൾ വശം ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിന് നടുക്കായിട്ട് വെച്ച് ഈ ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ മുൻപ് ചെയ്തതുപോലെ സെല്ലോ ടേപ്പ് ഉപയോഗിക്കേണ്ട, ഡബിൾ സൈഡ് ടേപ്പ് അടിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചേർത്ത് വയ്ക്കാം. ഇതുപോലെ സ്റ്റിക്കർ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇലകൾ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇലകൾ ചേർത്ത് ഒട്ടിച്ച ശേഷം മാത്രമേ നടുക്ക് ഇതുപോലെ വെക്കാൻ പാടുള്ളൂ. ഈ ഇലയ്ക്ക് പകരം നമുക്ക് പുല്ല് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 2 ചെറിയ കൊമ്പ് വരച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇല വെച്ചിട്ടുള്ള തുമ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ചിത്രം നോക്കാം. ഈ എടുത്ത ഇലകളെല്ലാം നമ്മൾ മുൻപ് ആൽബം തയ്യാറാക്കിയതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുള്ള ഇലയാണ്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇല എടുക്കാം. നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ലക്ഷ്മി തരുവിൻ്റെ ഇലയാണ്. ഈ ഷേപ്പിലുള്ള, ഈ നീളത്തിലുള്ള ഏത് ഇല വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ചെറിയ മാവിൻ്റെ ഇല ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇതേപോലെ നിരത്തി വെച്ചു കൊടുക്കാം. നമ്മളൊരു മയിലിനെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇലകൾ ഈ ഒരു രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടിവെച്ച ആ ഇലയും നമുക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് കണ്ണും വരച്ചു കൊടുക്കാം. നമുക്ക് 2 കണ്ണ് വരച്ചിട്ടുണ്ട്. നമുക്കിതിന് ചുണ്ട് വരച്ചു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. വെട്ടി ഒട്ടിച്ചാലും മതിയാവും. അടുത്തത് നമ്മളൊരു കിളിയെ ഉണ്ടാക്കാനായിട്ട് ഞാൻ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും ഒരു മുല്ലയുടെ ഇലയും തുളസി ഇലയുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മുല്ലയുടെ ഇല വയ്ക്കാം. അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് തുളസിയുടെ ഇലയും വെച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കാം. നമുക്ക് ഈ അറ്റത്തായിട്ട് അകത്ത് വേണം വയ്ക്കാനായിട്ട്. അതിൻ്റെ ചിറക് പോലെ താഴോട്ട് വാല് പോലെ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലെ കറിവേപ്പില ഒട്ടിച്ചു കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കായിട്ട് മുല്ലയുടെ ഇല വെച്ചു കൊടുക്കാം. മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി തുളസിയും വെച്ചു കൊടുക്കാം. നമുക്ക് കണ്ണും ചുണ്ടും വരച്ചു കൊടുക്കാം. ആയിട്ട് ചുണ്ട് വരച്ചിട്ടുണ്ട്. കണ്ണ് വരയ്ക്കാം. നമുക്ക് കറുത്ത പേപ്പർ ഒട്ടിച്ചാലും മതിയാകും. ഇനി ചെറിയ കാല് വരയ്ക്കാം. നമ്മൾ ഒരു കിളിയെ ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് പുല്ല് വെച്ചിട്ടും ചെയ്തെടുക്കാം. പുല്ല് വെച്ചിട്ട് ചെയ്ത ഒരു കിളിയാണ് ഇത്. അടുത്ത ചിത്രം ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റോഡിലൊക്കെ കിടക്കുന്ന ഒരു കുറ്റിച്ചെടിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചിത്രശലഭം ചെയ്യാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് അയൺ ചെയ്തിട്ടുണ്ട്. അതാണ് ഇലയ്ക്ക് കളർ വ്യത്യാസമുള്ളത്. ഇതുപോലെ 2 ഇല നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഇല ചേർത്ത് വയ്ക്കാം. ഇതിൻ്റെ നടുക്ക് വയ്ക്കാനായിട്ട് ഞാൻ ഈ ഇലച്ചെടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മുൻപ് തുമ്പിയെ ഉണ്ടാക്കിയപ്പോൾ ചെയ്തതുപോലെ ഇതിൻ്റെ തലഭാഗം വെട്ടിയെടുത്ത് കൊടുക്കാം. ഇത് നമുക്കിതുപോലെ ചേർത്ത് വെച്ച് ഒട്ടിക്കാം. നമ്മുടെ ചിത്രശലഭത്തിന് 2 കൊമ്പ് കൂടി വരച്ച് ചേർക്കാം. നമുക്ക് നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിന് കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ള പെയിൻറ് നമുക്ക് 2 ചെറിയ കുത്തായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പേപ്പർ വെട്ടിയെടുത്ത് നമുക്ക് കണ്ണായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഇലച്ചെടിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം ത്രികോണ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു കണ്ണ് വരച്ചു കൊടുക്കാം. ചെറിയൊരു വായും നമുക്കിത് വെച്ചിട്ടൊരു മീനിനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് മുല്ലയുടെ ഇല ഉപയോഗിച്ച് ദേഹവും ചിറകുകളുമാക്കി വാലും വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ മീനിനെ ചെയ്തെടുത്തു. നമ്മൾ ഒരു ആനയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു വേരൻ്റെ ഇലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഇലയും ഒരു വലിയ ഇലയും വേണം. നമുക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. നമുക്ക് നമ്മുടെ ആനയ്ക്ക് ഒരു തുമ്പിക്കൈയും വാലും വേണം. തുമ്പിക്കൈക്കും വാലിനുമായിട്ട് പുല്ലാണ് എടുത്തിരിക്കുന്നത്. പുല്ല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വാലും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. താഴോട്ട് വെച്ചു കൊടുക്കാം. നമുക്ക് കാലുകൾ വേണം. കാലിനായിട്ട് ഞാനിവിടെ പുല്ല് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാലുകളും ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം. പിന്നീട് 2 കണ്ണും വരച്ചു കൊടുക്കാം. നമ്മൾ പുല്ല് വെച്ചിട്ട് ആനയെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പുല്ലിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മടക്കി മുകളിലോട്ട് വയ്ക്കാം. ഇതുപോലെ വെച്ചു കൊടുക്കാം. നമുക്ക് ആനയ്ക്ക് 2 കണ്ണുകൂടി വരയ്ക്കാം. നമ്മുടെ ഇലച്ചിത്രം തയ്യാറായിട്ടുണ്ട്. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.